ഹലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രാവൽ വ്ളോഗിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള യാത്രാവിവരണം തന്നെയാണ് ഇന്ന്. അപ്പം ഫസ്റ്റ് ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എന്നെക്കുറിച്ച് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ശ്രുതി സുരേഷ്. എൻ്റെ ഐ ഡി വരുന്നത് ശ്രുതി മടത്തിങ്കൽ എന്ന പേരിലാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ സ്ഥലത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഞാൻ ഈ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് കുറച്ച് ലെങ്തി ആയിട്ടാണ് പറയുന്നത്. കാര്യം ഈ റൂട്ട് ആർക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ മലയാറ്റൂർ മല കയറാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്ന ക്വാർട്ടേഴ്സിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഒരുമിച്ച് മലയാറ്റൂർ മല കയറാം എന്നാണ് പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു മാന്നാനത്തു നിന്നാണ് പുറപ്പെടുന്നത്. ഏകദേശം ഒരു 11 മണി 11:30 സമയമായപ്പോഴത്തേനും നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ചെല്ലുന്നത് ഒരു 3-3:30 സമയമാകുമ്പോഴത്തേനുമാണ് നമ്മളവിടെ ചെല്ലുന്നത്. അപ്പോൾ അത്രയും ഒരു ലോങ് ഡ്രൈവാണ് നമ്മൾ നടത്തിയത്. ഒരു 90 കിലോമീറ്റർ അത്രയും ഇതിൽ ബൈക്കിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം എന്ന് പറയുന്നത് മലയാറ്റൂർ കഴിഞ്ഞ് മുന്നോട്ട് കുറച്ചുകൂടെ പോകുന്ന ഒരു ഏരിയ ആയിരുന്നു. കണ്ണിമംഗലം ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്തായിട്ടാണ്. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടയം മാന്നാനത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൂവാറ്റുപുഴയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പം മൂവാറ്റുപുഴ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, പേര് പോലെ തന്നെ 3 ആറുകൾ, അതായത് കോതയാറ്, കാളിയാറ്, തൊടുപുഴയാറ് ഇതെല്ലാം ചേരുന്ന ഒരു സംഗമ സ്ഥലമാണ് ഈ മൂവാറ്റുപുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ടൗൺ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും പ്രകൃതി ഭംഗിക്ക് ഒട്ടും കുറവില്ലാത്തൊരു ഏരിയ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെല്ലേണ്ടതെന്ന് പറഞ്ഞാൽ തൃക്കളത്തൂർ, മണ്ണൂർ, കീഴില്ലം ഇങ്ങനെ പറയുന്ന സ്ഥലത്തൂടെയാണ് നമ്മൾ അടുത്തതായിട്ട് കടന്നു പോകുന്നത്. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ എന്ന് പറയുന്നതും ഒരു സാധാരണ കേരളീയ ഗ്രാമത്തിൻ്റെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. വയലുകളും പുഴകളും ഒക്കെയുള്ള നാട്ടിൻപുറങ്ങൾ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എത്തിച്ചേരുന്നൊരു സ്ഥലമാണ് കുറുപ്പുംപടി. ഈ കുറുപ്പുംപടിയിൽ എത്തുമ്പോഴത്തേനും കുറച്ചുകൂടെ ടൗണിലേക്ക് അടുത്തതുപോലെ നമുക്ക് തോന്നും. മലയാറ്റൂർ പാലം കടക്കുമ്പോൾ പെരിയാറിൻ്റെ സൗന്ദര്യം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നായിരുന്നേ. മലയാറ്റൂർ അടിവാരമാണ് തീർത്ഥാടനത്തിന് എത്തുന്നവരുടെ പ്രധാന പോയിന്റ്. അവിടെ നിന്ന് മഞ്ഞപ്ര പ്ലാന്റേഷനിലേക്കുള്ള യാത്രയായിരുന്നു. അത് കുറച്ചുകൂടെ പ്രകൃതിയോട് ചേർന്നുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഫുൾ ഗ്രീനറിയാണ്. നമുക്ക് ഈ കോട്ടയത്തുനിന്ന് ഞാൻ ചെന്നതിൻ്റേതായിട്ട് ഒരു ചൂടോ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. നല്ല യാത്രയായിരുന്നു. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി നിന്ന് വെള്ളമൊക്കെ കുടിച്ച് നല്ല രസമാണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർ രാവിലെ പോകാനായിരിക്കും എൻ്റെ ഒരു സജഷൻ. കാര്യം ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ പോട്ടെ വൈകുന്നേരമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഫോറസ്റ്റ് ഏരിയയുടെ കൺട്രോളിലുള്ള സ്ഥലമായതിനാൽ തന്നെ ഫോറസ്റ്റിനെ അറിയിച്ചിട്ടൊക്കെ നമുക്ക് യാത്ര തിരിക്കാൻ പറ്റും. പിന്നെ അതൊട്ടും സേഫും അല്ല. ആന, പുലി, അതുപോലെയുള്ള കാട്ടുപോത്ത്, കാട്ടുപന്നി, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി എല്ലാം ഇവിടെയുണ്ട്. അപ്പം ഇതെല്ലാത്തിനെയും ഭയന്ന് വേണം നമുക്ക് രാത്രിയിലുള്ള യാത്ര. അതുകൊണ്ട് രാത്രി യാത്ര ഞാൻ അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല. രാവിലെ പോകുന്നതായിരിക്കും എപ്പോഴും സേഫ്. അപ്പം ഈ ഒരു ട്രാവൽ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ മലയാറ്റൂർ മല കയറാൻ വേണ്ടിയാണ് പിന്നെ തിരിച്ച് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലുണ്ടായിരിക്കും. പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുലിമുരുകൻ്റെയൊക്കെ ലൊക്കേഷൻ വരുന്നത് ഈ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. അതെനിക്ക് കവർ ചെയ്യാനുള്ള സമയം കിട്ടാഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോകാഞ്ഞത്. എന്തായാലും യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയാനോ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയാക്കണേ.